സത്യത്തിൽ ഒലയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒരു കാലത്ത് ഇന്ത്യൻ EV മേഖലയിൽ വിപ്ലവമുണ്ടാക്കിയ കമ്പനിയായിരുന്നു ഭവിഷ് അഗർവാളിന്റെ ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്. പക്ഷെ ഇന്ന് വിൽപ്പന 61% ഇടിഞ്ഞിരിക്കുകയാണ്. ഓഹരി വില നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കുതിക്കുന്നു. ഗോവയിൽ വിൽപ്പന നിരോധനവുമുണ്ട്. ജീവനക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും. കുറ്റം പറയാത്ത ആരുമില്ല. ശരിക്കും ഒലയ്ക്ക് എന്താണ് സംഭവിച്ചത്? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. 2010 ഒലയുടെ കഥ തുടങ്ങുന്നത്. 2021 EV സ്കൂട്ടറുകൾ രംഗത്തിറക്കിയതോടെ വലിയ തരംഗമായിരുന്നു. വമ്പൻ നിക്ഷേപകർ തേടിയെത്തി. ഇന്ത്യൻ ഇരുചക്ര വാഹന രംഗത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഓഹരി വിപണിയിലും ലിസ്റ്റ് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു. 4 ലക്ഷം ഒല സ്കൂട്ടറുകളാണ് 2024 മാത്രം ഇന്ത്യൻ നിരത്തിലെത്തിയത്. ചില മാസങ്ങളിൽ 53,000 യൂണിറ്റുകൾ വരെ വിറ്റു. പക്ഷേ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞത് പെട്ടെന്നാണ്. ആഫ്റ്റർ സെയിൽസ് ആയിരുന്നു പ്രധാന വിഷയം. എന്തെങ്കിലും തകരാറുണ്ടായാൽ ആഴ്ചകളോളം വെയിറ്റ് ചെയ്താലും പരിഹരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ആളുകളുടെ പരാതി. ഇതോടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കമ്പനി വിറ്റത് വെറും 16,000 യൂണിറ്റുകൾ മാത്രം. കഴിഞ്ഞ വർഷത്തേക്കാൾ 61% കുറവ്. അതുമാത്രമല്ല, ആഫ്റ്റർ സെയിൽസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ഇനി പുതിയ വണ്ടികൾ വിറ്റാൽ മതിയെന്ന് കാട്ടി ഗോവയിൽ ഒലയുടെ ട്രേഡ് ലൈസൻസ് റദ്ദാക്കി. ശമ്പളം നൽകുന്നില്ലെന്നും മാനസിക പീഡനമാണെന്നും ആരോപിച്ച് ഒലയിലെ ഒരു എഞ്ചിനീയർ ജീവനൊടുക്കിയതും അടുത്തിടെയാണ്. ഓഹരി വിലയാകട്ടെ ഓരോ ദിവസവും താഴേക്കുമാണ്. ഒലയുടെ തകർച്ചയിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പഴയ പ്രതാപകാലത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒലയുടെ കഥ എല്ലാ ബിസിനസ്സുകാർക്കും ഒരു പാഠമാണ്. തുടക്കത്തിലുണ്ടാകുന്ന വലിയ വിജയങ്ങൾ എല്ലാ കാലത്തും തുടരുമെന്ന് കരുതരുത്. നിലനിർത്താൻ വലിയ പരിശ്രമം വേണം. വിൽപ്പനാനന്തര സേവനത്തിലും തുല്യ പരിഗണന നൽകണം. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ലോഞ്ചിലോ കോടികൾ മുടക്കിയ പരസ്യത്തിലോ അല്ല കാര്യം. നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കസ്റ്റമറുടെ അഭിപ്രായമാണ് നന്നാക്കേണ്ടത്.